നിന്റെ പോലെ മല്ലിയിലിടും ഞാൻ. ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. മാം കളിക്ക്. ഇനിയിപ്പോ അലുവിന് ഇഷ്ടപ്പെടില്ല കേട്ടത്. എനിക്ക് പ്രാക്ടീസ് ഇല്ല, നിനക്ക് പ്രാക്ടീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ രേഷ്മി ഞാൻ സ്കൂളിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് പാടാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗായിരിക്കും. അവിടെ പെരുന്നാളാണ്. സോ ഇവിടെ കുട്ടി വ്ളോഗായിരിക്കും. ഞാനപ്പോൾ റെഡി ആയിട്ട് വരാം, സൗണ്ടൊന്നുമില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ഗൈസ്, അപ്പോൾ എല്ലാം റെഡി ആയി. ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പള്ളിയിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടാ. ഇവനാണ് ഡ്രൈവർ. നാനാണ് ക്യാമറ നോക്കിയത്. മാം ഓക്കെ. ഗൈസ്, റോഷ്മി വന്നിട്ടാ. ഗൈസ് ഹായ് പറഞ്ഞ. അവിടെ പള്ളി കിട്ടിട്ടാ. ഞാൻ പള്ളിയിൽ പോയി വന്നു. പള്ളിയിൽ പോയപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. കാരണം അവള് നേരിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലാരും ഇല്ല. സോ അന്ന് പിന്നെ ബാക്കി എൻ്റെ 2 ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്യാണ്. ചൂട് നല്ലോണം ഉണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ മനസ്സിലാവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ മഴയാണെങ്കിൽ ഇന്ന് വെയിലായിരിക്കും. അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. റോഷ്മി എന്താ ചെയ്യണേ? ലൈം ജ്യൂസ് ഉണ്ടാക്കും. ആർക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കണേ? എനിക്കാണോ? എന്റെ ഫ്രണ്ട്സിന്. ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റ് അല്ല, വേറെ ആൾക്കാർക്ക് വരുന്നവർക്ക് ഇവിടെ ചായ ഉണ്ടാക്കി കൊടുക്കും. ചായ നാരങ്ങളല്ല ഉണ്ടാക്കണം. നാരങ്ങളെ ഉണ്ടാക്കണ പറഞ്ഞ നിന്റെ പോലെ മല്ലിയിലിടും ഞാൻ. ഞാൻ പുതിനാലിടാന്ന് ചേച്ചി നോക്കിയപ്പോ അത് മല്ലിയിലായിരുന്നല്ലേ? മല്ലിയിലിരുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിഭവം ട്രൈ ചെയ്യണ്ടേ? ആണോ? നീ കുടിക്കലും അത് കിട്ടാൻ മതി. എന്നിട്ട് ഒരു രോഷ്മി ഉണ്ടാക്കിയതാണ്. രോഷ്മിയുടെ റെസിപ്പി എന്ന് പറയാൻ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കണം, കാരണം ഇവിടെ എന്തൊക്കെ ചേർത്താന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചേർത്തത്. എനിക്ക് കൂടി കുടിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തായോ? അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്പ്രഷൻ കുഴപ്പമില്ല. വിശേഷങ്ങള് എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന് വെയിറ്റ് ചെയ്യണോ? അപ്പൊ അതാ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആമയുടെ ചെരുപ്പ് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെരുപ്പ് കൈ പിടിച്ചിട്ട് നടക്കാണ്. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോ 2 പേരും അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. എന്നെ കണ്ടപ്പോൾ വന്നുള്ളൂ. അപ്പോൾ അവര് ഭയങ്കരമായിട്ട് കുണുങ്ങി വരും. എൻ്റെ ഡ്രസ്സിനെ വെച്ച് കമന്റ് ചെയ്യായിരുന്നു നേരത്തെ. ഞങ്ങള് വഴിയിലപ്പം നടക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 2 കിലോമീറ്റർ ഇവിടെ നിന്ന് നടക്കാണ്ട്, നിങ്ങൾ നടന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിക്കായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി ഒരു വീട് കണ്ടുപിടിച്ചു. ഞാൻ ഓൾറെഡി എന്റെ വീടിന്റെ ഫോട്ടോ ഒക്കെ അയച്ചുകൊണ്ട് ഞാൻ വീട് കണ്ടുപിടിച്ചു. കുടിച്ചിട്ട് ആരുണ്ടാക്കിയെന്ന് പറയാം. കുഴപ്പമില്ല. ആരുണ്ടാക്കിയത് ഞാൻ ഡ്രസ് മാറി. അപ്പൊ ഇവരെല്ലാരും മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. എല്ലാം ഞാൻ പണ്ടേ ഐശ്വര്യമുള്ളതുകൊണ്ടാണ് മേക്കപ്പിലാണ് ചെയ്യുക. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നത് റോഷ്മി ശിഷ്യാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തന്നെ നല്ല ഗുണമുണ്ടോ നോക്കട്ടെ. ഞാൻ ഇതരണം. സ്ട്രെയിറ്റ്നർ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് വെച്ച് കളിച്ചത്. പണ്ട് ഞങ്ങൾ തേപ്പ് പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മെയിനാണ്. ഞാനായിരുന്നു വേട്ടം മൃഗം. ആളുടെ മുകളിലായിരുന്നു ഞാൻ ഫുള്ളും ടെസ്റ്റ് ചെയ്യാറ്. ഒരു കാലം ചെയ്യും ഇങ്ങനെ കിടക്കും. അതിന്റെ താക്കി നല്ല ഉള്ളു തോന്നിക്കില്ല മുടി. പക്ഷെ നേരത്തെ ചുണ്ടാലും ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഫ്രണ്ട് പോർഷൻ കൂടെ ഒന്ന് കറക്റ്റ് ആക്കണം. ആ ഫ്രണ്ട് പോർഷൻ കാണിക്കണ്ട.
ഞാനുകുട്ടി ആദ്യം ഇരുന്നില്ലേ ഫുഡ് കഴിക്കാനായിട്ട് അല്ലേ? അത് പിന്നെ ഇരിക്കൂലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പോർക്ക് വേണ്ട. ആ ചിക്കൻ മാത്രം മതി. ഇതെന്തായിരുന്നു ആക്ച്വലി? വഴുതനങ്ങ കോവയ്ക്ക എന്തോ ഒരു റോസ്റ്റ് ചെയ്തതാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലോണം. ചിക്കൻ കറി, സലാഡ്, പിന്നെ പോർക്കും ബീഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ കഴിച്ചോളൂ. അങ്ങനെ ഇവിടെ മേക്കപ്പ് ചെയ്ത് തുടങ്ങി ഗൈസ്. ഞാനൊന്നൊരാളെ സുന്ദരിയാക്കാണ്. എന്താ കണ്ടോളൂ, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട്? സൂപ്പർ. ഉറക്കെ പറയ്. അപ്പൊ ഞങ്ങളിത് ഐസ്ക്രീം ഒക്കെ കഴിക്കാണ്. ആരോട് ഉറങ്ങണേ? മാം കളിക്ക്. ഇനിയിപ്പോ അല്ലുവിന് ഇഷ്ടപ്പെടില്ലാട്ടത്. ഞങ്ങള് ഈ ഭാഗം നല്ല വെയിലാണ്. കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ പോകുന്നുണ്ട്. ഞങ്ങള് പിള്ളേര് ടീം മൊത്താണ് പോകുന്നത് ഗൈസ്. എൽവി മച്ച ഓക്കെ, ബാക്കി അവിടെ വെച്ച് കാണാം അല്ലേ? പറഞ്ഞേ, കാണാം. കുട്ടീനെ കാണിക്കും. ഹായ് പറയൂ. ചിരാമിന്റെ ഒരു ബാക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. പോകാൻ പറ്റുമോ, ടൈം കിട്ടുമോന്ന് അറിയില്ല. വിജിരാമിന്റെ ഒരു ബാക്ക് വശം. അപ്പോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഞങ്ങള് കുറച്ച് വീഡിയോ എടുക്കുമ്പോ അതിന്റെ മൈക്കിന്റെ ചാർജർ ആക്ച്വലി കഴിഞ്ഞു. ഒന്നും കേൾക്കുന്നു. നീ സൈഡില് ഞാൻ പൊട്ടത്തിയാന്ന് വിചാരിച്ചാ നീ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നല്ലൊരു സ്പോട്ടൊക്കെ നോക്കിട്ട് വീഡിയോ എടുക്കാൻ നോക്കാണ്. അപ്പൊ നമ്മുടെ എന്തൊക്കെ കഴിഞ്ഞു? ഡാൻസ് കഴിഞ്ഞു, ഫോട്ടോസ് എടുക്കല് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആമിയുടെ എന്തൊക്കെ കഴിഞ്ഞ? ഫോട്ടോഗ്രാഫറും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങള് വിട പറയാണ് ഇവരൊക്കെ. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് പ്രാക്ടീസ് ഇല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ഇത്രയൊന്നല്ല, ഇനിയുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ആരുടെ പാട്ടാണ്? തമ്മിൽ തമ്മിൽ കാത്തിരുന്നു കുളിരായി വന്നതാരു ഇവളോ പാടില്ല. മന്ദാരച്ചിപ്പുണ്ട്, മാണിക്കല്ലുണ്ട്, റോഷ്മി ഞാൻ സ്കൂളിൽ ഒരു പാട്ട് പാടിണ്ടായിരുന്നു. അത് നമുക്ക് പാടാം. ദൈവാംശമായി താനേ നീ എന്നിൽ കാലഞ്ഞെ വന്നു പൂവാടി തേടി അലഞ്ഞു നടന്ന ശലഭമായി കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച കൺപീലിയായി വളർന്നി
നോക്ക് എപ്പടി എടുക്കല്ലേ അപ്പൊ ഞങ്ങള് ഇതോടുകൂടി വീഡിയോ അവസാനിക്കാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് കുടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ശരി.